ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, ഒരു കുഞ്ഞു വ്ളോഗ്. ഇന്നിപ്പോൾ ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇങ്ങനത്തെ തെളിഞ്ഞ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ്. തണുപ്പാകുമ്പോൾ നമുക്ക് നല്ല മടിയായിരിക്കും ജോലികളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കും. എന്നാൽ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ? രാവിലെ കഴിക്കാനായിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഹസ്ബൻഡിന് ഡ്യൂട്ടിയൊന്നുമില്ല. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തപ്പോൾ എണീക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, മോൾക്ക് സ്കൂളൊന്നുമില്ല. സ്കൂളിന് ഉദ്ദേശിച്ച് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ അവധി കൊടുക്കുന്നുണ്ട് തണുപ്പ് സമയത്തെ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. കാരണം വേറൊന്നുമല്ല, തണുപ്പിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ ചൂടോടുകൂടി ഉണ്ടാക്കിയാലേ പറ്റും. അപ്പോൾ നേരത്തെ എണീറ്റ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദോശയൊക്കെ ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ഥിരം ദോശയൊക്കെ തന്നെയാണ്. കാരണം അപ്പം ഇഡലിയൊക്കെ ആക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടത്തില്ല, തണുപ്പായതുകൊണ്ട് നന്നായിട്ട് കിട്ടത്തില്ല. ആ സമയം ഞാൻ ചോറ് വയ്ക്കുന്ന പരിപാടിയും കൂടെ നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മോന് കൊടുക്കാനായിട്ടാണ്. ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും വേവിച്ച് ഞാൻ അവന് ചോറിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാൻ കഴിക്കാൻ പോവുകയാണ്. ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ദോശയും മല്ലിയില ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മല്ലിയില ചമ്മന്തിയുടെ റെസിപ്പിയൊന്നും ആർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അങ്ങനെ എൻ്റെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് ചെടികളുടെ അടുത്തേക്ക് പോയി. ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതേ ഇവിടെ ഇപ്പോൾ ആകെ ഒരു കറ്റാർവാഴ തൈയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നതാ, എല്ലാം നശിച്ചു പോയി. കാരണം ഞാൻ ഡെലിവറിക്ക് പോയ സമയത്ത് ഇവരെ ശ്രദ്ധിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം നശിച്ചു പോയതാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ മണ്ണിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പിടിച്ച് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വേരിനടയ്ക്കുള്ള മണ്ണൊക്കെ ഒന്ന് ചിക്കിയിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, അത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് തുടങ്ങി. സാധാരണ അങ്ങനെയാണല്ലോ, ഇല കരിയുന്ന സമയത്താണ് നമ്മൾ ഈ വിളവെടുപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് വിളവെടുപ്പിനൊന്നും കിട്ടിയില്ല കേട്ടോ. നോക്കിയേ, എല്ലാം നാശമായിപ്പോയി, നീറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുപോലും കിട്ടിയില്ല. ഞാൻ പിന്നും കുറേയൊക്കെ കുഴിച്ച് നോക്കുകയാണ്, വല്ലതും ഉണ്ടെങ്കിലോ. അവസാനം എനിക്കൊരു കുഞ്ഞ് കഷ്ണം കിട്ടി കേട്ടോ. ഒരു 5-6 വലിയ കഷ്ണം കുഴിച്ചിട്ടതിൽ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള കുഞ്ഞ് കഷ്ണം എനിക്ക് കിട്ടിയത്. ബാക്കി എല്ലാം അഴുകി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുഴിച്ചിട്ടിട്ട് ഏകദേശം 1 വർഷമായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ കുഴിച്ചിട്ടതാട്ടോ. പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല, എല്ലാം നീറിപ്പോയിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കഷ്ടമായിപ്പോൾ, എനിക്ക് കുറച്ച് വിഷമമായി. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എന്തെങ്കിലും പിടിക്കട്ടെന്നും പറഞ്ഞിട്ടാണ് ഓരോന്നൊക്കെ കുഴിച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒന്നും പിടിച്ച് കിട്ടാറില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഈ കുഞ്ഞ് കഷ്ണം തന്നെ ഞാൻ ഒന്നുകൂടെ അതിനകത്ത് കുഴിച്ച് വയ്ക്കുക. എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ആയിക്കോട്ടെ. ബാക്കി എല്ലാം അഴുകിപ്പോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇനി ഊണിനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇപ്പോൾ ക്യാരറ്റിൻ്റെ സീസണാണ്. അപ്പോൾ ഞാൻ കുറച്ച് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ഗ്രേറ്റർ കാണാമല്ലോ കേട്ടോ. മോനെ എവിടെയോ കളിക്കാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് മെനക്കെട്ട പണിയാണ് ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് നേരം നിൽക്കേണ്ടി വരും ഇങ്ങനെ തന്നെ. ആ സമയം തന്നെ എനിക്ക് പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. ഇന്നിപ്പോൾ വലിയ കറികളൊന്നുമില്ല, തോരനും രസവും മുട്ടബുജിയും മാത്രമാണുള്ളത്. കാരണം വൈകിട്ടത്തേക്ക് ചിക്കനാണ്. അപ്പോൾ ലഞ്ചൊന്ന് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോരനൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുട്ടബുജിയാണ് തയ്യാറാക്കുന്നത്. അതായത് മുട്ട ചിക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തണുപ്പ് സമയമാകുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, കോളിഫ്ലവർ, ഈ പാലക് ചീര, അതുപോലെ പച്ചക്കറികളെല്ലാം നല്ല വിലക്കുറവായിരിക്കും. അതുപോലെ എല്ലാം സീസണായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാം വിലക്കുറവായിരിക്കും, നന്നായിട്ട് വിലക്കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും കോളിഫ്ലവറും
ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും തക്കാളിയും സവാളയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം അരിഞ്ഞിടുക കേട്ടോ. കാരണം നമ്മുടെ പിള്ളേർ പച്ചക്കറി കൂട്ടാൻ വലിയ ഇഷ്ടമില്ലാത്ത മക്കളായിരിക്കും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ മുട്ടയുടെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊക്കെ കഴിക്കും. ഇവിടെ എൻ്റെ മോൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് പച്ചക്കറി കൂട്ടാനേ. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം ഞാൻ തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് വന്നിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ആവി കയറിയാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. കാരണം മക്കളും ഹസ്ബൻഡും കൂടി ടെറസിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കറികളൊക്കെ വയ്ക്കുകയാണ്. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ടെറസിൽ പോയിരുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അതൊക്കെ. മക്കളും എല്ലാവരും കഴിട്ട് നമ്മൾ പുറത്തിരുന്ന് കഴിക്കുന്നത് നല്ലൊരു രസമാണ്. അത് മാത്രമല്ല കുറച്ച് വെയിലൊക്കെ കൊള്ളാം, നല്ല കാഴ്ചകളായിരിക്കും. വെയിലുള്ള ദിവസത്തിൽ മാത്രമേ പോകാറുള്ളൂ കേട്ടോ. തണുപ്പാണെങ്കിൽ അങ്ങനെ മടിച്ചിരിക്കും. പിന്നെ കുറച്ച് രസമാണ് വയ്ക്കുന്നത്. ഇതൊരു തക്കാളി രസമാണ്. പുളിയൊന്നും ചേർക്കാതെ തക്കാളി മാത്രം ഉപയോഗിച്ച് വയ്ക്കുന്ന രസം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്ത് പൊട്ടിക്കുന്നു. അതിനുശേഷം വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള തക്കാളി ചേർക്കാം. പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ പിഴിഞ്ഞത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ രസമാകുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കായപ്പൊടിയൊക്കെ ഇട്ടാലേ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ രസം റെഡിയാവും. അങ്ങനെ രസമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള രസമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മുട്ട ചിക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ആവി കയറിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ടയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഇളക്കാൻ പാടില്ല. ഈ മുട്ടയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 3-4 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ചേക്കുക. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ മല്ലിയില ഇടാത്ത ഒരു കറികളും ഇല്ല കേട്ടോ. എല്ലാത്തിലും മല്ലിയില ഇടുന്നുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇത് ഒരു ശീലമായിപ്പോയി. എല്ലാ കറികളിലും മല്ലിയില ഇടും കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ബുജിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ആയിട്ടൊന്ന് ടെറസിൽ പോവുകയാണ്. അങ്ങോട്ട് പോയതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ ടെറസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ്. അങ്ങനെ നമ്മുടെ ഊണൊക്കെ ഞാനിവിടെ നിരത്തി വെച്ചേക്കാണ്. മുട്ട ബുജിയുണ്ട്, ക്യാരറ്റ് തോരയുണ്ട്, അതുപോലെ തക്കാളി രസം. അപ്പോൾ ഇനി ഇത് ഞാൻ എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്. ഇപ്പോൾ മോനും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവനും ഞങ്ങൾ വാരിയാണ് കൊടുക്കുന്നത്. എല്ലാവരും വാരി കൊടുക്കും കേട്ടോ. അവൻ എല്ലാവരെയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് താഴെ എത്തിക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ വരും കേട്ടോ.
ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ്. 2 ദിവസം മുന്നേയൊക്കെ നല്ല തണുപ്പായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിലായി. കുറേ നേരം ഇങ്ങനെ വെയിലത്തിരിക്കാനൊക്കെ നല്ല രസമാണ്. മക്കളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ മോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവളോട് ചോദിച്ചാൽ പറയും കഞ്ഞിയും കറിയും കളിക്കുകയാണെന്ന് പറയും. പണ്ടൊക്കെ നമ്മൾ കളിക്കത്തില്ലേ കഞ്ഞിയും കറിയും, ചിരട്ടയിൽ മണ്ണൊക്കെ വെച്ചിട്ട്, അതുപോലെ എന്തൊക്കെയാണ് അവളും കളിക്കുന്നത്. അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ ഞാൻ മോനൊരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസമൊന്നും കൊടുക്കത്തില്ല കേട്ടോ, ആഴ്ചയിലൊരു 4-5 ദിവസം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഒന്ന് അടിച്ച് പതപ്പിക്കുകയാണ്. ഈ പതയുള്ള ചായ കുടിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എനിക്കങ്ങനെയാണ് കേട്ടോ, ഞാൻ നന്നായിട്ട് പതച്ചിട്ട ചായ കുടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായ കുടിയുടെ സമയമായി. പിന്നെ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ തയ്യാറാക്കുകയാണ്. ഇത് അൽഫഹമാണ് കേട്ടോ, ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇതൊന്നുമില്ല കേട്ടോ, മസാലയൊക്കെ പുരട്ടിയിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, 2 സ്പൂണോളം എണ്ണ മതിയാവും കേട്ടോ. ഹെൽത്തി ആയൊരു റെസിപ്പിയാണത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്. ഇനി ഇത് ഫ്രൈ ആയി കിട്ടി നന്നായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാർക്കോളോ ചിരട്ടക്കരിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്മോക്കി സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫഹമൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.